എന്നും ഈ ചിക്കനും മട്ടനൊക്കെ ആയ ഒരു ഉഷാറുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി മാറ്റി പിടിക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ വെറൈറ്റിയാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഉന്നക്കായ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് അല്ലേ, നല്ല നെയ്യിലൊക്കെ വാട്ടിയാൽ അടിപൊളിയല്ലേ. അപ്പോൾ നമുക്ക് അതിനുള്ള ആദ്യ പ്രിപ്പറേഷനായ തേങ്ങ നെയ്യിലൊന്ന് ചെറുതായിട്ട് വരട്ടിയെടുക്കാം. ഫസ്റ്റ് നമ്മൾ നല്ല പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബട്ടറിലൊക്കെ ചെയ്യുക, പക്ഷെ നെയ്യിൻ്റെ മണം ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നതാണ് ഉന്നക്കായൻ്റെ ആ കോൽവിലേഷൻ കൂടുതൽ. തേങ്ങ പോയിക്കോട്ടെ. നെയ്യ് കുറച്ചും കൂടെ വേണമെന്ന് തോന്നി, അതാണ് കുറച്ചും കൂടെ ഇട്ടത്. കിടിലൊക്കെ നല്ല കിടില മണം വരുന്നുണ്ട്, അടിപൊളി. എനിക്ക് ഈ ഉന്നക്കായ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ ഉന്നക്കായ ഉണ്ടാക്കാൻ ഉമ്മാർ ഭയങ്കര പണിയാണ്, പക്ഷെ ഉണ്ടാക്കി വന്നപ്പോഴാണ് മനസ്സിലായത് അത്ര വലിയ പണിയൊന്നുമില്ല. ഈ തേങ്ങ ഒന്ന് റെഡിയാക്കിയാൽ സംഗതി നമ്മളാണ്. നമുക്കതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് കുറച്ചധികം ഇരുന്നിട്ട് കടിക്കാൻ കിട്ടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ട പരിപാടിയാണ്. അപ്പോൾ അത് കുറച്ചധികം ഇരുന്നു വെച്ചിട്ട് വല്ലാതെ അധികം ആക്കണ്ട, തേങ്ങ പുറത്ത് പോകും. ഇനിയിപ്പോൾ എന്തായാലും ഇന്നൊരു റൗണ്ട് ഗഫറാക്കാൻ്റെ വീട്ടിലേക്ക് പോകണം. പഞ്ചസാര തീർന്നു, നാളെ ചായക്ക് ഇങ്ങനെ പഞ്ചസാര ഇടും. പിന്നെ ഈ സംഭവം ഇതാ, ഇതിൽ വേണമെങ്കിൽ ഏലക്കായ ഇടാം, പിന്നെ മുന്തിരി ഇടാം. പക്ഷെ അതിൻ്റെ രണ്ടിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല, ഫ്ലേവർ ഇതിൽ വന്നാൽ എനിക്ക് ഇഷ്ടമല്ല. അല്ലാതെ ഞാൻ കഴിക്കൂട്ടോ, മുന്തിരിയൊക്കെ ഞാൻ കഴിക്കും, ഏലക്കായിട്ട് ചായയും കുടിക്കും. പക്ഷെ ഇതിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ്. നമുക്ക് ഇത് റെഡി ആക്കണേ, ഇതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് വേണം അടുത്ത പരിപാടി. ഇത് ഈ ചൂടുള്ള പാനിൽ മാറ്റണം, അല്ലെങ്കിൽ ഇത് ഇതിൽ തന്നെ ഇരുന്നാലും മൊരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ കൈമ കുറച്ച് നെയ്യാക്കി കൊടുക്കണേ, എന്നാലും ഈ പഴം ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ. കുറച്ച് തേങ്ങ തിരി വെക്കുക. അപ്പം ഞാൻ അതൊന്ന് പരത്തി ഉരുട്ടി വരട്ടെ. ഇത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്, അതുകൊണ്ട് വീഡിയോ എടുക്കൽ നടക്കൂല. ഇത് കണ്ടില്ല, ഒട്ടണ തന്നെ ഇല്ല. എല്ലാ പഴവും അങ്ങനെ ഉണ്ടോ, ഞങ്ങളെ പഴത്തിന് ആരും കുറ്റം പറയണ്ട. ഇന്നോടാ കളിവാല, ആർക്ക് പറ്റും ഇങ്ങനെ? എല്ലാവർക്കും പറ്റുന്ന പറയാം, നല്ലൊരു പഞ്ചിൻ്റെ ഇരുന്നോട്ടല്ലേ. പിന്നെ നമ്മൾ ഓയിൽ ചൂടായിട്ട് വേണം ഇവനൊന്ന് പൊരിച്ചെടുക്കാൻ. നിർഭാഗ്യവശാൽ മസാല ഇനിയും ബാക്കി. അപ്പോൾ നാളത്തെ സ്പെഷ്യൽ പൂവട. അപ്പോൾ ഇതാ നമ്മളെ ഉന്നക്കായി ചട്ടിയിലോട്ട് പോകാൻ പോകുന്നു സുഹൃത്തുക്കളെ, പോകാൻ പോകുന്നു. ഇത് പെട്ടെന്ന് മറിച്ചിട്ടൊക്കെ റെഡിയാക്കണേ, അല്ലെങ്കിൽ പഴക്ക കരിഞ്ഞ് ആകെ പൊപ്പൊളിയാവും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്തോളൂ. എന്നെപ്പോലെ ഞാൻ സ്കൂളിട്ട് വന്നിട്ട് ഏറിയാലിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ടാവുള്ളൂ. സ്കൂളിട്ട് വന്ന പാടി പണിക്കുന്നതാണ്. പഴമ്മ പുയിങ്ങിച്ചിനെ, പിന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയത് ഞാൻ തന്നെയാണ്. തേങ്ങയമ്മ ചരുക്കി തന്നു. അതും 2-3 മിനിറ്റ് കൊണ്ട്, 2-3 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റ് കുറച്ച് സമയമൊക്കെ മതി, അത് വേറെ റെഡിയാവും. അപ്പോൾ ഉന്നക്കായ് ഭയങ്കര പാടാണോ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഉന്നക്കായ് ഉണ്ടാക്കാൻ ഒരു പാടില്ല, തിന്നാനാണെന്നാൽ കുറച്ചും കൂടെ പാട്. ചമക്കണം, പിന്നെ അണ്ടിപ്പരിപ്പ് കണി എന്നൊക്കെ ആക്കണം.
ഉണ്ടാക്കാൻ ഒരു പാടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഇതിലേ ഞാനിപ്പോൾ 2 മൈക്ക് വെച്ചിട്ട് എന്താ വർത്താനം പറയണമെന്നാവും നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവുക. ഈ 2 മൈക്ക് വെച്ച് വർത്താനം പറയാൻ ഒരു കാരണമുണ്ട്. ഇതിൽ ഏതോ ഒരു മൈക്കിന് ഒരു ചെറിയൊരു കളിയുണ്ട്. ഓണാവുക ഓഫ് ആവുക, ഓണാവുക ഓഫ് ആവുക, ഓണാക്കിയാൽ ഓഫ് ആവും, ഓഫാക്കിയാൽ ഓണാവും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് ബാഗിൽ വെക്കുമ്പോഴാവും മൈക്ക് ഓണാവില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ലേ. അപ്പം മൈക്കിന് കണക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്, ഫോണിൽ കുത്തുന്ന ഒരു സാധനം. അത് കുത്തിയാൽ നമ്മൾ പറയുന്നതും കേൾക്കൂല. അപ്പം ആ ഗജത്തറാന്നാവും. അതാണ് 2 കുത്തിയിരിക്കുന്നത്. മനസ്സിലായി? ഇന്നലെ തന്നെ പകുതി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മൈക്ക് ഓണല്ല എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടിയത്. അപ്പോൾ മൈക്ക് ഓണാക്കി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഉന്നക്കായ ഇവിടെ റെഡിയായി. ഇനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക, അങ്ങ് കഴിക്കുക. അത് തന്നെയുള്ളൂ ഒരു പണി. അപ്പോൾ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണോ, പഴം പുഴുങ്ങണോ, തേങ്ങ ചിരങ്ങണോ എന്നൊക്കെ വിചാരിക്കണവർക്ക് ഇത് നല്ലൊരു സംഭവമാണ്, നല്ലൊരു ഇതാണത്. അപ്പൊ എല്ലാരും ഉണ്ടാക്കി വെക്കുക, ഒരു പ്രശ്നമില്ല. ഞാൻ ഗ്യാരണ്ടി. തേങ്ങ ചിരണ്ട, അണ്ടിപ്പരിപ്പ് പൊടിച്ചിടുക, ഇതിപ്പോ കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ പഴം പുഴുങ്ങുക, ഉടക്കുക, കുത്തുക, ഉരുട്ടുക, പരത്തുക, തേങ്ങ വെക്കുക, ഒക്കെ കൂടെ ഇങ്ങനെ ആക്കുക, ഓയിലിലോട്ട് ഇടുക. കഴിഞ്ഞു പണി. ഇനി നമുക്കിത് കോരിയ അതിലേക്ക് കൊണ്ടുപോയിടുക. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ. നല്ല ചൂടാണ്. 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ലൈക വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പം ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. പക്ഷെ ടേസ്റ്റ് ചെയ്യാൻ പറ്റണില്ലേ, ചൂടുകൊണ്ട്. എനിക്ക് തിന്നാം, പക്ഷെ ഫസ്റ്റ് ഇതിന് കൊടുക്കണം. അവൾ നോക്കി നിൽക്കണം, ഇത് കഴിക്കാണ്ടി കുറേ നേരം നിൽക്കണം. എനിക്ക് ചൂടിലൊക്കെ തിന്നട്ടോ, അത് ചൂടുണ്ട്. മതി, ധാരാളം. താങ്ക് യു. നമ്മളെ എയ്സോന് ഇഷ്ടപ്പെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അപ്പോൾ പറഞ്ഞു. അതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ടേസ്റ്റ് എന്ന് വെച്ചാൽ കുറേ ഒന്നും ഇത് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് മധുരമല്ലേ, നമുക്ക് കുറച്ച് 1-2 കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഉന്നക്കായ. പക്ഷെ ഇതുപോലത്തെ ഒടുത്തിയും പൊരിച്ചക്കടീൻ്റെ കടയിൽ ഈ ഉന്നക്കായ ഇല്ല, അതാണ് സത്യം. അപ്പം നമ്മളെ ഉന്നക്കായ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഇനിയും പുതിയ വീഡിയോസ് വീണ്ടും വരും. അപ്പോൾ പറഞ്ഞ പോലെ